Hello, I'm Hasna. Welcome to my channel. Today I'm dealing with third chapter of third module. ഈ ചാപ്റ്ററിന്റെ പേര് വർക്ക്ഷോപ്പ് മെത്തേഡ് എന്നാണ്. വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ റിയൽ ലൈഫിൽ നടത്തുന്ന ഒരു ആക്ടിവിറ്റി, ഒരു എക്സ്പീരിയൻസ് നമ്മൾ കോളേജസിൽ നിന്ന് സ്കൂൾസിൽ നിന്ന് ചെയ്തു നോക്കുക. അത് ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റിയാണ്, അതായത് ഡയറക്റ്റ് ഒരു ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ആണ്, ഫസ്റ്റ് ഹാൻഡ് ലേണിംഗ് ബൈ ഡൂയിങ് ആണ്. അപ്പോൾ ഒരുപാട് മെഷീൻസും ഇൻസ്ട്രുമെന്റ്സും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് വർക്ക്ഷോപ്പ് മെത്തേഡ് എന്ന് പറയുന്നത്. ദിസ് ഈസ് എ ബിറ്റ് ലെങ്തി ചാപ്റ്റർ. ഓക്കെ, ഇതിൽ നമ്മളെ സിലബസിൽ ഉള്ള മെറ്റീരിയൽ നോക്കുമ്പോൾ നമുക്ക് പേടിയാവും, കണ്ടാൽ ഇത് നമുക്ക് പഠിക്കാൻ പറ്റാത്തതാണ്, എന്തോ ടഫ് ആണെന്നൊക്കെ. പക്ഷെ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, കുറച്ച് ലെങ്ത് ഉണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, സോ നമ്മൾ അതിൻ്റെ ഇൻട്രൊഡക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ, ഇത് വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത് സിംപ്ലി നമ്മളെ പ്രാക്ടിക്കൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അത് നമ്മളെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് കോളേജസിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നു. അതാണ് ഈ ഒരു വർക്ക്ഷോപ്പ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിന് നമുക്കൊരു മിനിയേച്ചർ ഇൻഡസ്ട്രി ആയിട്ട് തന്നെ കണക്കാക്കാം. ടീച്ചേഴ്സ് അതുകൊണ്ട് തന്നെ ഇതിലെ ആക്ടിവിറ്റീസ് വളരെ പ്ലാൻഡ് ആയിട്ട്, വളരെ കെയർഫുൾ ആയിട്ട് കൈകാര്യം ചെയ്യണം. ഓക്കെ, ദെൻ ഇനി അതിനൊന്ന് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ, അതൊരുപാട് വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത് തന്നെ ഒരുപാട് ടൂൾസും മെഷീൻസും ഒക്കെ ഉള്ളതാണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളതാണല്ലോ. ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ആണ്, ഫസ്റ്റ് ഹാൻഡ് ലേണിംഗ് ബൈ ഡൂയിങ് ആണ്. സോ അവിടെ ഒരുപാട് മെഷീൻസ് ഉണ്ടാവും, ടൂൾസ് ഉണ്ടാവും. അത് സ്റ്റുഡൻസിന്റെ സ്കിൽസ്, ആറ്റിറ്റ്യൂഡ്സ്, വർക്ക് കോമ്പിറ്റൻസ് ഒക്കെ കൂട്ടാൻ വേണ്ടി, അതൊരു മത്സര ബുദ്ധി. ഇത് ചെയ്തിട്ട് നിന്റെ ആദ്യം ശരിയാവണം, അതുപോലെ എത്ര ആക്യുറേറ്റ് ആയിട്ട് ചെയ്താൽ എത്രത്തോളം നല്ല ഒരു റിസൾട്ട് കിട്ടും എന്നുള്ളതൊക്കെ ഒരു വർക്ക്ഷോപ്പ് മെത്തേഡിലൂടെ നമുക്ക് കിട്ടും. സോ വർക്ക്ഷോപ്പ് ലേണിംഗ് എന്ന് പറയുന്നത് ക്ലാസ് റൂം ടീച്ചിങ്ങിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, ചെയ്ത് പഠിക്കുക എന്നുള്ളത്. നമ്മൾ ക്ലാസ് കേൾക്കുന്ന കാര്യങ്ങൾ, പറയുന്ന പല കാര്യങ്ങളും അത് പ്രൂവ് ചെയ്യേണ്ടത് എവിടെയാണ്? വർക്ക്ഷോപ്പ് എന്നാണ്, അല്ലേ? സോ students may work individually or in group. It also develops teamwork and leadership skills. Okay, അതിൽ നമ്മൾ ടീം വർക്കും ലീഡർഷിപ്പ് സ്കിൽസും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കാരണമാവും. ഓക്കെ, ഈ പിക്ചർ ഒന്ന് നോക്കാം. ഇതിൽ എന്താ കാണിക്കുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക നിങ്ങൾ. അതായത് ഒരു ഇൻഡസ്ട്രി തന്നെ എടുക്കാം നമ്മൾ ഒരു എക്സാമ്പിൾ ആയിട്ട്. അതിൽ ഒരു ചെറിയ ആക്ടിവിറ്റിന്ന് വലിയ ആക്ടിവിറ്റിയിലേക്ക് പോകുന്തോറും എത്രത്തോളം നമ്മൾ പ്രാക്ടിക്കൽ ആവണം എന്നാണ്, കോഗ്നിറ്റീവായിട്ട് പ്രവർത്തിക്കണം എന്നൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. ഇതിൽ വെർട്ടിക്കലായിട്ടും കുറേ കാര്യങ്ങളുണ്ട്, ഹൊറിസോണ്ടലായിട്ടും കുറേ കാര്യങ്ങളുണ്ട്. വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു കുത്തനെയുള്ള സംഭവം കേട്ടോ, കുത്തനെയുള്ള വരകൾ. ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോൾ ഈ നേരെയുള്ള ഇത്, സ്കിൽഡ് പേഴ്സൺ, ക്രാഫ്റ്റ് പേഴ്സൺ, ടെക്നോളജിസ്റ്റ്, എഞ്ചിനീയറിംഗ് ടെക്നോളജിസ്റ്റ്, സയന്റിസ്റ്റ് ആൻഡ് എഞ്ചിനീയർ. ഇതിൽ ഈ സ്കിൽഡ് പേഴ്സൺ ചെയ്യുന്നത് എന്തായിരിക്കും? കുറച്ചും കൂടി മാനുവൽ ആയിരിക്കും, അതായത് ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് ചെയ്യാണ്ടാവും. പിന്നെ ക്രാഫ്റ്റ് പേഴ്സണിലേക്ക് വരുമ്പം കുറച്ചും കൂടി ഇൻസ്പെക്ടിങ്, പിന്നെ സൂപ്പർവൈസിങ് ആ ഒരു ലെവലിലേക്ക് വരും. പിന്നെ ടെക്നോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി പ്ലാൻ ചെയ്താൽ മതി, ഓർഗനൈസ് ചെയ്താൽ മതി, ഡയറക്റ്റ് ചെയ്താൽ മതി, അതിന്റെ നേരെ മുകളിലേക്ക് നോക്കിയാൽ മതി അത്. ഇനി എഞ്ചിനീയറിങ് ആവുമ്പോൾ കുറച്ചും കൂടി ഡിസൈനിങ്, ഇന്നോവേറ്റിംഗ്, ആ ഒരു പ്ലാൻ വരയ്ക്കൽ, അതൊക്കെ ആയിരിക്കും അതിൽ വരിക. ഇനി സയന്റിസ്റ്റ് ആൻഡ് എഞ്ചിനീയറിലേക്ക് വരുന്ന സമയത്ത് അവിടെയൊക്കെ കോഗ്നിറ്റീവ് ആയിട്ടുള്ള കപ്പാസിറ്റിയാണ് കൂട്ടേണ്ടത്, ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക്. അപ്പൊ ഈ സ്കിൽഡ് പേഴ്സണ് ഈ ഒരു സയന്റിസ്റ്റ് എഞ്ചിനീയറിലേക്ക് വരും തോറും സ്കിൽഡ് പേഴ്സണ് നമുക്ക് സൈക്കോമോട്ടർ എബിലിറ്റീസ് ആണ് വേണ്ടത്. അതായത് നമ്മൾ ബോഡി അനക്കിക്കൊണ്ട് തന്നെ പണിയെടുക്കണം, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. പക്ഷെ അതിലേക്ക് സയന്റിസ്റ്റിലേക്ക് പോകും തോറും കോഗ്നിറ്റീവ് ആയിട്ടുള്ള നമ്മുടെ ചിന്ത, നമ്മുടെ അനാലിസിസ്, അതൊക്കെയാണ് അതിലേക്ക് വരുന്നത്. ഓക്കെ, ഇവിടെ എഴുതിയത് തന്നെ നോക്കുക. ആസ് വി മൂവ് ഹയർ ഇൻ ടെക്നിക്കൽ ജോബ്സ്, ടെക്നിക്കൽ ജോബ്സ് ഒരു ഹയർ ആവും തോറും ഫിസിക്കൽ വർക്ക് കുറയും. അതായത് സ്കിൽഡ് പേഴ്സണ് ഒരു സയന്റിസ്റ്റ്, എഞ്ചിനീയർ ആ ഒരു ലെവലിലേക്ക് വരുമ്പോഴേക്കും ബുദ്ധിപരമായിട്ടുള്ള, കോഗ്നിറ്റീവ് ആയിട്ടുള്ള എബിലിറ്റീസ് ആണ് വേണ്ടത്. ഒരു 100% അടുത്ത് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും നമ്മുടെ ഒരു തിയറട്ടിക്കൽ വർക്ക് എന്ന് പറയുന്നത്. സ്കിൽഡ് പേഴ്സൺ ആയി കുറയുമ്പോൾ അവിടെയൊക്കെ പ്രാക്ടിക്കൽ വർക്കാണ് ഉണ്ടാവുക. ഓക്കെ, ഇവിടെ ഈ ഡയഗ്രത്തിൽ കാണിക്കുന്നത് എങ്ങനെയാണ് ഒരു പ്രാക്ടിക്കൽ വർക്ക്, കോഗ്നിറ്റീവ് വർക്ക് ആവുമ്പോഴേക്ക് ഒരു പേഴ്സൺ മറ്റൊരു പേഴ്സണിലേക്ക് വരുമ്പോൾ, സ്കിൽഡ് വർക്ക് എന്ന ഒരു സയന്റിസ്റ്റ് ഓർ എഞ്ചിനീയർ ആവുമ്പോൾ എങ്ങനെയാണ് ആ കോഗ്നിറ്റീവ് എബിലിറ്റി യൂസ് ചെയ്യേണ്ടത്. അതായത് എഞ്ചിനീയർ എന്നൊക്കെ പറയുമ്പോൾ കോഗ്നിറ്റീവ് എബിലിറ്റി, നമ്മുടെ ബുദ്ധി അധികം വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടത്, അവിടെ ഫിസിക്കൽ സ്കില്ല് വേണ്ട.
ഓക്കെ. സോ വേർട്ടിക്കൽ സൈഡിന്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ, അതായത് ഈ കുത്തനെയുള്ള സംഭവങ്ങൾ കേട്ടോ, ഓപ്പറേറ്റിംഗ്, ചെക്കിംഗ്, ഇൻസ്പെക്ഷൻ, മുകളിൽ എഴുതിയത് നോക്കുക, ഡ്രോട്ടിംഗ്, സൂപ്പർവൈസിങ്, പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, അതൊക്കെ അവർ ചെയ്യേണ്ട പ്രവൃത്തികളാണ്. ഓക്കെ. ഇത് കാണിക്കുന്നത് പെർസെൻറ്റേജ് ഓഫ് പ്രാക്ടിക്കൽ വർക്കാണ്. ഇവിടെ ടോപ്പിൽ വരുന്നത് എന്താണ്? 0% ആണ് അല്ലെ. പ്രാക്ടിക്കൽ വർക്ക് 0% ആണ്. ബോട്ടം എത്തുമ്പോഴേക്ക് 100% ആവുന്നുണ്ട്. ഇനി റൈറ്റ് സൈഡ് നോക്കുമ്പോൾ ഷോസ് ദ പെർസെൻറ്റേജ് ഓഫ് തിയററ്റിക്കൽ തിങ്കിങ് വർക്ക്. ഓക്കെ. ടോപ്പ് 100%, ബോട്ടം വരുന്നത് 0%. ഓക്കെ. നിങ്ങൾ ഡയഗ്രാം നന്നായിട്ട് നോക്കുക. അപ്പോൾ ഇവിടെ പ്രാക്ടിക്കൽ വർക്ക് കൂടുന്തോറും തിയററ്റിക്കൽ വർക്ക് കുറവാണ് അല്ലേ. ഇത് ഈ ഒരു സ്കിൽഡ് പേഴ്സണ്, ക്രാഫ്റ്റ് മാന്, ടെക്നോളജിസ്റ്റ് എന്നിവർക്കൊക്കെ പ്രാക്ടിക്കൽ വർക്കാണ് കൂടുതൽ. അതായത് അവർക്ക് ചെയ്ത് തന്നെ കാണിക്കണം. ഓക്കെ. പിന്നെ ഈ എഞ്ചിനീയറിംഗ്, ടെക്നോളജിസ്റ്റ്, ദെൻ സയന്റിസ്റ്റ്, എഞ്ചിനീയർ, അവരിലേക്കൊക്കെ വരുമ്പോൾ പ്രാക്ടിക്കൽ വർക്ക് കുറവാണ്. അവർക്ക് കോഗ്നിറ്റീവ് വർക്കാണുള്ളത്. ഈ ഹൊറിസോണ്ടൽ സൈഡ് നോക്കുകയാണെങ്കിൽ, ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ ഈ നേർരേഖ കേട്ടോ, സ്കിൽഡ് പേഴ്സൺ, ക്രാഫ്റ്റ് പേഴ്സൺ, ടെക്നോളജിസ്റ്റ്, എഞ്ചിനീയറിംഗ് ടെക്നോളജിസ്റ്റ്, സയന്റിസ്റ്റ് ഓർ എഞ്ചിനീയർ, ഇവിടെ ഈ ഒരു റൈറ്റിലേക്ക് പോകുന്തോറും പ്രാക്ടിക്കൽ വർക്ക് കുറയുകയും തിയറിറ്റിക്കൽ വർക്ക് കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ. സോ ഇതാണ് ഈ ഒരു പിക്ചറിൽ കാണുന്നത്. ഈ നെക്സ്റ്റ് പേജ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഞാൻ ഈ ഇപ്പൊ പറഞ്ഞത് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. നിങ്ങൾ ഒന്നും കൂടി ഇതൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ. ഒന്നുമില്ല, സ്കിൽഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ അവിടെ പ്രാക്ടിക്കൽ വർക്ക് കൂടുതലാണ്. നമ്മൾ സൈക്കോമോട്ടർ എബിലിറ്റീസ് ആണ് വേണ്ടത്. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വർക്ക്ഷോപ്പ് പ്രാക്ടീസ് ഒക്കെ നന്നായിട്ട് വരുന്നത് സ്കിൽഡ് പേഴ്സണും ക്രാഫ്റ്റ്മാനും ഒക്കെ ആണ്. ഇനി എഞ്ചിനീയറിലേക്ക് വരുമ്പോൾ പ്രാക്ടിക്കൽ വർക്ക് അവർക്ക് കുറവാണ്. അവർ ബുദ്ധിപരമായിട്ടുള്ള കോഗ്നിറ്റീവ് ആയിട്ടുള്ള എബിലിറ്റീസ് ആണ് വേണ്ടത്. ഓക്കെ. സോ ദെൻ ആക്ടിവിറ്റീസ് അറ്റ് ഡിഫറെന്റ് ലെവൽ. ഇനി എന്തൊക്കെയാണ് ഡിഫറെന്റ് ലെവൽസിൽ അവർ ചെയ്യേണ്ട ആക്ടിവിറ്റീസ് എന്ന് അതിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് അല്ലെ. ഓപ്പറേറ്റിംഗ്, ചെക്കിംഗ്, ഇൻസ്പെക്ടിങ്, ഡ്രോട്ടിംഗ്, സൂപ്പർവൈസിങ്, അതൊക്കെ മുകളിൽ എഴുതിയതാണ്. ദെൻ ഈ ആക്ടിവിറ്റീസ് ഒക്കെ മൂവ് ഫ്രം ഹാൻഡ്സ് ഓൺ ടാസ്ക് ലൈക്ക് ഓപ്പറേറ്റിംഗ്, ചെക്കിംഗ്, അതൊക്കെ അവരുടെ ഒരു പ്രാക്ടിക്കൽ സ്കിൽസ് ആണെന്ന് പറയാം. മെന്റൽ, ഇന്റലക്ച്വൽ ടാസ്ക് ലൈക്ക് ഡിസൈനിങ്, റിസർച്ച് ആൻഡ് മാനേജിങ്. ഓക്കെ. ഈ പ്രാക്ടിക്കൽ ഏരിയ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി മാനുവൽ ആണ്, ടെക്നിക്കൽ വർക്കാണ്. അതായത് ബോഡി അനങ്ങി പണിയെടുക്കണം. കോഗ്നിറ്റീവ് ഏരിയ എന്ന് പറയുമ്പോഴേക്ക് എഞ്ചിനീയറിന്റെ സൈഡിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി തിങ്ക് ചെയ്യണം, പ്ലാൻ ചെയ്യണം, ഡിസിഷൻ മേക്കിങ്ങും ഒക്കെ വേണം. ഓക്കെ. സോ ഇത് ഞാൻ ഈ പിക്ചർ അനാലിസിസ് ആണ് ഈ 2 പേജിലുള്ളത്. നിങ്ങളൊന്ന് ഇരുന്ന് നോക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ. ഇനി ടൈപ്സ് ഓഫ് വർക്ക്ഷോപ്പ് പ്രാക്ടിക്കൽസ് എന്തൊക്കെയാണ് ഇനി അതിന്റെ ടൈപ്സ് എന്ന് നോക്കാം. ലേണിംഗ് അബൌട്ട് ടൂൾസ്, മെഷീൻസ് ആൻഡ് എക്യുപ്മെന്റ്. അതായത് നമ്മൾ ടൂൾസിനെ പറ്റിയും മെഷീൻസിനെ പറ്റിയും എക്യുപ്മെന്റിനെ പറ്റിയും നമുക്കൊരു അറിവുണ്ടാവണം. ആൻഡ് പ്രാക്ടീസിങ് പ്രോപ്പർ യൂസ് ആൻഡ് ഓപ്പറേഷൻ ഓഫ് ടൂൾസ് ആൻഡ് മെഷീൻസ്. എങ്ങനെയാണ് അത് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് പ്രാക്ടീസ് ചെയ്യും വേണം. അതുപോലെ തന്നെ അതിന് നമുക്ക് പ്രൊഡക്റ്റ് ഉണ്ടാവണം, റിസൾട്ട് ഉണ്ടാവണം. മേക്കിംഗ് പ്രൊഡക്ട്സ് യൂസിങ് 1 or more പ്രോസസ്സസ് ടുഗദർ. ഓക്കെ. അതിൽ നിന്ന് റിസൾട്ട് നമുക്ക് കിട്ടണം. ഇനി എയിംസ് ഓഫ് വർക്ക്ഷോപ്പ് പ്രാക്ടിക്കൽസ് എന്ന് പറയുമ്പോൾ വർക്ക്ഷോപ്പ് പ്രാക്ടിക്കൽസ് ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? ചൂസ് കറക്റ്റ് ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്. നമുക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ടൂൾസും കാര്യങ്ങളും ഒക്കെ യൂസ് ചെയ്യണം. ദെൻ ഡെവലപ്പ് സ്കിൽസ് ഇൻ ഹാൻഡ്ലിംഗ് മെഷീൻസ് ആൻഡ് ഇൻസ്ട്രുമെന്റ്സ്. ആ സാധനം ഉണ്ടായാൽ മാത്രം പോരാ, അത് ഹാൻഡിൽ ചെയ്യാനുള്ള സ്കില്ലും നമുക്ക് വേണം. അതുപോലെ ഫോളോ സ്റ്റാൻഡേർഡ് വർക്കിംഗ് പ്രൊസീജിയർ. അത് നേരായ രീതിക്ക് പ്രൊസീജിയറിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് യൂസ് ചെയ്യാൻ പഠിക്കണം. ഒബ്സർവ് ആൻഡ് മെഷർ ഫിസിക്കൽ ചേഞ്ചസ്. അതിലെ ചേഞ്ചസ് ഒബ്സർവ് ചെയ്യണം, മെഷർ ചെയ്യണം. പിന്നെ അതുപോലെ തെറ്റുകൂടാതെ തന്നെ അത് ചെയ്യാൻ പഠിക്കണം. ഡ്രോ കൺക്ലൂഷൻ ഫ്രം ഒബ്സർവേഷൻ, കൺക്ലൂഷൻസ് ഉണ്ടാക്കണം. ദെൻ ഫൈൻഡ് ആൻഡ് സോൾവ് മെഷീൻ റിലേറ്റഡ് പ്രോബ്ലംസ്. അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ കണ്ടുപിടിക്കുകയും അത് സോൾവ് ചെയ്യുകയും വേണം. ആൻഡ് റൈറ്റ് പ്രോപ്പർ വർക്ക്ഷോപ്പ് റിപ്പോർട്ട്സ്. അതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കണം. ഡെവലപ്പ് ക്യൂരിയോസിറ്റി ആൻഡ് ലേണിംഗ് ആറ്റിറ്റ്യൂഡ്. നമ്മൾ അത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലേണിംഗ് ആറ്റിറ്റ്യൂഡും അതിനുള്ളൊരു ത്വര, ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കണം. ദെൻ ഫോളോ സേഫ്റ്റി റൂൾസ്. അവിടെ അപകടം ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ് എക്യുപ്മെന്റ്സും ടൂൾസും ഒക്കെ ഉള്ളതായതുകൊണ്ട്. സോ സേഫ്റ്റി റൂൾസ്
നമ്മൾ ഫോളോ ചെയ്യണം. ദെൻ വർക്ക് ആസ് എ ടീം മെമ്പർ ആൻഡ് എ ടീം ലീഡർ. നമുക്കൊരു ഗ്രൂപ്പിൽ മെമ്പർ ആവാനും അതുപോലെ തന്നെ ആ ഗ്രൂപ്പിന്റെ ലീഡർ ആവാനും നമുക്ക് പറ്റണം. ഓക്കെ, പിന്നെ അതുപോലെ കോൺഫിഡൻസ് ഉണ്ടാവണം. എന്തും നേരിടാൻ വേണ്ടിയിട്ടും എന്ത് പുതിയ പ്രോബ്ലംസ് ഉണ്ടായാലും അതൊക്കെ നേരിടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി കോമൺ സ്കിൽസ് ടു ബി ഡെവലപ്ഡ് ത്രൂ വർക്ക്ഷോപ്പ് പ്രാക്ടിക്കൽസ്. ഒരു വർക്ക്ഷോപ്പ് പ്രാക്ടിക്കൽ നമുക്ക് ചെയ്യുന്നതിലൂടെ, ഒരു വർക്ക്ഷോപ്പ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഉണ്ടാവേണ്ട ചില സ്കിൽസ് എന്തൊക്കെ സ്കിൽസാണ് ഡെവലപ്പ് ചെയ്ത് വരിക എന്നുള്ളതാണ്. അത് കോഗ്നിറ്റീവ് സ്കിൽസ്, ഇവാലുവേറ്റ്, ഇന്റർപ്രറ്റ്, അതായത് ബുദ്ധിപരമായിട്ടുള്ള എല്ലാ സ്കിൽസും കോഗ്നിറ്റീവിൽ പെടും. ഡ്രോ, ഇൻഫറൻസ്, റെക്കോർഡിംഗ്, ക്ലാസിഫയിങ്, ഇൻവെസ്റ്റിഗേറ്റ്, ഇന്റർപ്രറ്റ്, ഡിസൈൻ, സിന്തസിസ്, പ്ലാനിങ് ഓഫ് റിസോഴ്സസ്, ആക്ടിവിറ്റീസ്, ഇതൊക്കെ വരും. ദെൻ പ്രാക്ടിക്കൽ സ്കിൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൈകൊണ്ട് ചെയ്യുന്ന എല്ലാ സംഭവങ്ങളും വരും. ഓപ്പറേറ്റ്, ഹാൻഡിൽ വിത്ത് dexterity, measure accurately, procure, estimate time and cost, install, test, inspect, repair, maintain and service. Then social skills വരുന്നത് safety consciousness, cost consciousness, health consciousness, lead, work in a team, alertness, sincerity, hard work, empathy, punctuality, honesty, എഫക്റ്റീവ് ടൈം മാനേജ്മെന്റ്, അതായത് നമ്മുടെ ക്വാളിറ്റീസ് ഒക്കെ അതിൽ വരും. സോ ഈ സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുക വർക്ക്ഷോപ്പ് ആക്ടിവിറ്റീസ് നല്ല വെൽ ഡിസൈൻഡ് ആയിട്ട് വെൽ പ്ലാൻ ഇംപ്ലിമെന്റഡ് ചെയ്താൽ മാത്രമേ ഇങ്ങനെ വരുന്നുള്ളൂ. സോ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ സ്കിൽ ഡെവലപ്മെന്റ് എന്തായിട്ടുണ്ടാവും. ദെൻ അലോങ് വിത്ത് സ്കിൽസ് നമ്മുടെ ഗുഡ് വാല്യൂസ് ലൈക്ക് സിൻസിയറിറ്റി, ലോയാലിറ്റി, വർക്ക് എത്തിക്സ് എല്ലാം അതിൽ പെടും, ഗുഡ് വാല്യൂസിൽ പെടും. ദെൻ ടീച്ചേഴ്സ് എന്ത് ചെയ്യണം? ദേ ഷുഡ് ഒബ്സർവ് ആൻഡ് എൻകറേജ് എത്തിക്കൽ വാല്യൂസ് ഇൻ സ്റ്റുഡൻസ് റെഗുലർലി. അവർ എത്തിക്കലായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്നുള്ളത് ടീച്ചർ ഒന്ന് സൂപ്പർവൈസ് ചെയ്യണം. ഓക്കെ, ദെൻ ടെക്നിക്സ് ഫോർ ഡെവലപ്പിംഗ് വർക്ക്ഷോപ്പ് സ്കിൽസ്. വർക്ക്ഷോപ്പ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്സ് എന്തൊക്കെയാണെന്നുള്ളത്. വർക്ക്ഷോപ്പ് ടാസ്ക് റിക്വയർ ബോത്ത് നോളജ് ആൻഡ് പ്രാക്ടിക്കൽ സ്കിൽസ്. ഒരു വർക്ക്ഷോപ്പ് ചെയ്യണമെങ്കിൽ അതിന് ബുദ്ധിയും വേണം, ചെയ്യാനുള്ള കഴിവും വേണം, പ്രാക്ടിക്കൽ സ്കിൽസും വേണം. ദെൻ കരിക്കുലം ഷുഡ് ബി ബേസ്ഡ് ഓൺ ടാസ്ക് അനാലിസിസ്. ടാസ്ക് അനാലിസിസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കരിക്കുലം ആയിരിക്കണം അതിന് വേണ്ടത്. അനലൈസിങ് ആക്ച്വൽ ജോബ് ടാസ്ക് ഇൻ ഇൻഡസ്ട്രി. ദെൻ ക്ലാസ് റൂം ടീച്ചിങ് മസ്റ്റ് ബി ലിങ്ക്ഡ് വിത്ത് വർക്ക്ഷോപ്പ് പ്രാക്ടീസ്. അതായത് ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പോകുന്ന വർക്ക്ഷോപ്പ് പ്രാക്ടീസുമായിട്ടുള്ള ഒരു കണക്ഷൻ വേണം. ഓക്കെ, അതിനൊരു അവർ തമ്മിലൊരു ലിങ്ക് വേണം. ഓക്കെ, തിയററ്റിക്കൽ ലെസൺ ഷുഡ് ബി ടോട്ട് അലോങ് വിത്ത് സ്കിൽ ട്രെയിനിങ് ഇൻ വർക്ക്ഷോപ്പ്. അതായത് നമ്മൾ ഒരു വർക്ക്ഷോപ്പിൽ ഒരു സ്കിൽ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ തിയററ്റിക്കൽ ലെസൺസ് അതിന്റെ കൂടെ തന്നെ നമ്മൾ പറഞ്ഞു പോകണം. ഓക്കെ, ദെൻ എ ടീം ഓഫ് സബ്ജക്ട് ടീച്ചേഴ്സ് ആൻഡ് സ്കിൽഡ് ഇൻസ്ട്രക്ടേഴ്സ് ഷുഡ് ജോയിന്റ്ലി പ്ലാൻ വർക്ക്ഷോപ്പ് ആക്ടിവിറ്റീസ്. ഇനി ആ ഒരു സബ്ജക്ട് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് മാത്രമല്ല, അത് ചെയ്തു കൊടുക്കുന്ന സ്കിൽഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ടേഴ്സും ഈ ഒരു വർക്ക്ഷോപ്പ് ആക്ടിവിറ്റീസിൽ ജോയിന്റ് ആയിട്ട് വർക്ക് ചെയ്യണം. ഓക്കെ, ഇനി ഈ ഒരു പിക്ചർ നോക്കാം നിങ്ങൾ. നമ്മുടെ വർക്ക്ഷോപ്പ് കോഴ്സിന്റെ കരിക്കുലാണ് ഇതിൽ കാണിക്കുന്നത്. അതിൽ ടാസ്ക് 1ഉം 2ഉം കാണിക്കുന്നുണ്ട്. എത്ര ടാസ്ക് വേണമെങ്കിലും ആവട്ടോ, ടാസ്ക് എക്സ് വരെ ആവാം. പക്ഷെ ഫസ്റ്റ് എന്തായിരിക്കണം? അതിന്റെ നോളജ് ആയിരിക്കണം. അതെങ്ങനെയാ ചെയ്യുക? തിയററ്റിക്കൽ പാർട്ട്, നോളജ് ഓഫ് വർക്ക്ഷോപ്പ്, സ്പെസിഫിക് ഷോപ്പ് നോളജ്, ക്വാളിറ്റി നോളജ്, ക്വാളിറ്റി സ്പെസിഫിക്കേഷൻസ്, ഫോൾട്ട് അനാലിസിസ്, ഇതൊക്കെ നടത്തിയിട്ട് വേണം ആ ഒരു സ്കില്ല് പഠിക്കാൻ പോവാൻ. എങ്ങനെയാണ്, എന്താണ് അതിന്റെ അനാലിസിസ്, അതിന്റെ മൂവ്മെന്റ്സ്, ഡിസിഷൻസ്, സെൻസസ്, ഇൻസ്ട്രക്ഷണൽ ഷെഡ്യൂൾസ്, ഇതൊക്കെ സെക്കൻഡ് പാർട്ടാണ് വരാം. അത് 2 ടാസ്കേ ഉള്ളൂ എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ടാസ്ക് എക്സ് വരെ ആവാം. ഓക്കെ, ഫസ്റ്റ് അതിന്റെ തിയററ്റിക്കൽ പാർട്ട്, ദെൻ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഓക്കെ, ഇനി റോൾ ഓഫ് ടീച്ചേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ടേഴ്സ്. ടീച്ചേഴ്സിന്റെയും ഇൻസ്ട്രക്ടേഴ്സിന്റെയും ഇതിലുള്ള റോൾ എന്താണ്? ടീച്ചേഴ്സ് എന്ത് ചെയ്യണം? അനലൈസ് ടാസ്ക് ബേസ്ഡ് ഓൺ ഇൻഡസ്ട്രിയൽ ജോബ് റിക്വയർമെന്റ്സ്. ഓക്കെ, അതായത് ഈ ഒരു ടാസ്കിനെ ജോബ് റിക്വയർമെന്റ്സുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ളതാണോ എന്നുള്ളത് അനലൈസ് ചെയ്യുക. ടീച്ച് തിയററ്റിക്കൽ നോളജ്. അതിന്റെ തിയററ്റിക്കൽ പാർട്ട് ആദ്യം പഠിപ്പിക്കുക. അതിന്റെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്, ഫോൾട്ട് അനാലിസിസ് ഒക്കെ ആദ്യം പഠിപ്പിക്കുക. ദെൻ കുട്ടികൾ എന്ത് ചെയ്യണം? സൂപ്പർവൈസ് ചെയ്യണം. ഓക്കെ, ആൻഡ്
സ്റ്റുഡൻസിനെയും ഇൻസ്ട്രക്ടേഴ്സിനെയും സൂപ്പർവൈസ് ചെയ്യണം. അവിടെ ഇൻസ്ട്രക്ടേഴ്സും ഉണ്ടാവും ഇത് ചെയ്യുന്ന. ഓക്കെ, ഒരു സ്കിൽ ട്രെയിനിങ് നടത്തുന്ന സമയത്ത് അവരെ രണ്ടുപേരെയും ടീച്ചേഴ്സ് എന്ത് ചെയ്യണം, സൂപ്പർവൈസ് ചെയ്യണം. ഇനി ഇൻസ്ട്രക്ടേഴ്സിന്റെ റോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ അത് ചെയ്യാൻ പഠിപ്പിക്കാനാണ്. ട്രെയിൻ സ്റ്റുഡൻസ് ഇൻ മാനുവൽ ആൻഡ് പ്രാക്ടിക്കൽ സ്കിൽസ് ആസ് പെർ ദ പ്ലാൻ. എന്താണോ പ്ലാന് അതിനനുസരിച്ച് അത് പഠിപ്പിച്ചു കൊടുക്കണം. ആൻഡ് ഡെമോൺസ്ട്രേറ്റ് പ്രോപ്പർ യൂസ് ഓഫ് ടൂൾസ് ആൻഡ് മെഷീൻസും ടൂൾസും ഒക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യാന്നുള്ളത് അവർക്ക് ആദ്യം ഡെമോ കാണിച്ചു കൊടുക്കണം. ഓക്കെ, ഇനി വർക്ക്ഷോപ്പ് ആക്ടിവിറ്റീസ് ഷുഡ് ബി പ്ലാൻ അക്കോർഡിംഗ് ടു ഡേവ്സ് ടാക്സോണമി. ഡേവ്സ് ടാക്സോണമി നമ്മൾ പഠിച്ചിരുന്നു 1970-ലെ. ഇമിറ്റേഷൻ, ആർട്ടിക്കുലേഷൻ, പ്രിസിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിരുന്നല്ലോ. ഓക്കെ, സോ ഒരു മുകളിൽ നിന്ന് താഴോട്ട് താഴെ നിന്ന് മുകളിലോട്ട് പോകുന്നത് പോലെയുള്ള ഒരു ഏറോ മാർക്കിട്ട് ഞാൻ പറഞ്ഞിരുന്നു. നമ്മൾ മോട്ടോർ സൈക്കിൾ പഠിക്കാൻ പോവാന്ന് വിചാരിക്കുക എന്നുള്ള ഒരു എക്സാമ്പിളൊക്കെ വെച്ച് പറഞ്ഞിരുന്നു. സോ അത് ഈ ഒരു വർക്ക്ഷോപ്പ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ലെവൽ എങ്ങനെയാണെന്നാണ് പോകുന്നത്. ആ ഒരു ഇമിറ്റേഷൻ ഫേസിൽ ഫാക്കൽറ്റി മെമ്പർ നല്ല റോളുണ്ട്. അതായത് അയാൾക്ക് മറ്റൊരാൾക്ക് ആ സ്റ്റുഡൻറ്റിന് അറിയാത്തൊരു കാര്യം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് ഹൈ റോളാണ് ആ ഒരു ഫാക്കൽറ്റി മെമ്പറിനുള്ളത്. ഇനി മാനിപ്പുലേഷൻ ടൈമിലേക്ക് വരുമ്പോൾ മീഡിയം മാത്രമേ ഉള്ളൂ, പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ കുറച്ചൊരു കൈത്താങ്ങ് ആയിക്കൊടുക്കുക എന്നുള്ളൊരു റോള് മാത്രമേ ഉള്ളൂ ഫാക്കൽറ്റിക്ക്. ദെൻ പ്രിസിഷൻ ആകുമ്പോൾ അവിടേക്ക് എന്ത് ചെയ്യും, ആളുടെ ഒരു സപ്പോർട്ട് കുറയും അത്യാവശ്യം പഠിച്ചു വരുമ്പോഴേക്ക്. ദെൻ ആർട്ടിക്കുലേഷനിലും നാച്ചുറലൈസേഷനിലും നോ റോളാണ്. ഓക്കെ, സോ പിന്നെ അവർക്ക് ആവശ്യമില്ല, അവർ പ്രാക്ടീസ് ചെയ്ത് അവർ ആ സംഭവം നേടിയെടുത്ത് കഴിഞ്ഞു. ഓക്കെ, ദെൻ ടു ടീച്ച് എനി പ്രാക്ടിക്കൽ സ്കിൽ ടീച്ചർ ഹാസ് 5 മെയിൻ റെസ്പോൺസിബിലിറ്റീസ്. 5 മെയിൻ റെസ്പോൺസിബിലിറ്റീസ് അതിലുണ്ട് ടീച്ചർക്ക് ഇതൊന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ദെൻ ഡെമോൺസ്ട്രേറ്റ് ദ ഹോൾ സ്കിൽ ക്ലിയർലി ഫ്രം സ്റ്റാർട്ട് ടു എൻഡ്. അതായത് തുടക്കം തൊട്ട് അവസാനം വരെ ആ സ്കില്ല് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഡെമോ കാണിച്ചു കൊടുക്കുക. അതാണ് ടീച്ചറുടെ ഫസ്റ്റ് മെയിൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ ആ സ്കില്ലിനെ ചെറിയ ചെറിയ സ്റ്റെപ്പായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കാര്യങ്ങളെ സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മളെ മൈൻഡിൽ ആ ഒരു സീക്വൻസിൽ തന്നെ കാര്യങ്ങൾ കിട്ടും. ഓക്കെ, എത്ര കട്ടി സിലബസ് ആയാലും നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് പഠിച്ചാൽ നന്നായിട്ട് മനസ്സിലാവും. സ്മോളർ സ്റ്റെപ്സ് ആക്കുക ആൻഡ് ഡെമോൺസ്ട്രേറ്റ് ഈച്ച് സ്റ്റെപ്പ് പ്രോപ്പർലി ആ ഒരു ഈച്ച് സ്റ്റെപ്പും ഡെമോ കാണിച്ചു കൊടുക്കാം. ഓക്കെ, സോ അവർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ദെൻ എക്സ്പ്ലെയിൻ ആൻഡ് ഷോ ഹൗ സ്കിൽഡ് വർക്കേഴ്സ് അച്ചീവ് കറക്റ്റ് റിസൾട്ട്. അതായത് എങ്ങനെയാണ് ഒരു സ്കിൽഡ് ആയിട്ടുള്ള ആൾ എങ്ങനെയാണ് കറക്റ്റ് റിസൾട്ട് ഉണ്ടാക്കുന്നതെന്ന് അവർക്ക് കറക്റ്റ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതുപോലെ തന്നെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും പറഞ്ഞു കൊടുക്കുക. ദെൻ അലോ സ്റ്റുഡൻസ് ടു പ്രാക്ടീസ് ഈച്ച് സ്റ്റെപ്പ്. ഓരോ സ്റ്റെപ്പും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അവരെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. പിന്നെയും ചെയ്യിച്ചിട്ട് അതിന് മാസ്റ്ററി നേടിക്കൊടുക്കുന്നത് വരെ നമ്മളത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ദെൻ ലിങ്ക് ഓൾ ദ സ്റ്റെപ്സ് ടുഗദർ ആൻഡ് ഹെൽപ്പ് സ്റ്റുഡൻസ് പ്രാക്ടീസ് ദ കംപ്ലീറ്റ് സ്കിൽ അഗെയിൻ ആൻഡ് അഗെയിൻ. ഓക്കെ, എല്ലാ സ്റ്റെപ്പും അതായത് സ്പ്ലിറ്റ് ചെയ്ത ഓരോ സ്റ്റെപ്പും കാണിച്ചു കൊടുത്തു. ഇനി ആ ഒരു സ്റ്റെപ്പുകളൊക്കെ ഒരുമിച്ച് ചേർത്ത് ആ ഒരു ഹോൾ പ്രോസസ്സ് എങ്ങനെയാ ചെയ്യുക, ആ ഒരു കംപ്ലീറ്റ് സ്കില്ല് അവരെ പിന്നെയും ചെയ്യിക്കുക. ഇതൊക്കെ നമ്മുടെ ടീച്ചേഴ്സിന്റെ മെയിൻ റെസ്പോൺസിബിലിറ്റീസ് ആണ്. ഇനി സ്കിൽ പ്രാക്ടീസ് ഇൻ വർക്ക്ഷോപ്പ്. എങ്ങനെയാണ് ഒരു സ്കില്ല് പ്രാക്ടീസ് ചെയ്യുന്നത്? സ്റ്റുഡൻസ് പ്രാക്ടീസ് സ്കിൽസ് അണ്ടർ ടീച്ചർ സൂപ്പർവിഷൻ. ടീച്ചറിന്റെ സൂപ്പർവിഷനിൽ തന്നെയാണ് അത് ചെയ്യുന്നത്. ദെൻ ദേ ലേൺ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വൺ പാർട്ട് സ്കിൽ ആഫ്റ്റർ അനദർ. ഓരോ പാർട്ടും സ്റ്റെപ്പായിട്ട് ഒരു പാർട്ട് കഴിഞ്ഞ് മറ്റൊരു പാർട്ട് അങ്ങനെയാണ് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദെൻ നമ്മുടെ സ്കിൽ ഡെവലപ്മെന്റിന്റെ മെത്തേഡ്സിനെ നമുക്ക് 3ആയിട്ട് തിരിക്കുകയാണെങ്കിൽ 3 തരത്തിൽ അതിനെ പഠിക്കാൻ പറ്റും. അതായത് പാർട്ട് സ്കിൽ മെത്തേഡ് ഉണ്ട്. അതായത് സ്റ്റുഡൻസ് സ്കില്ലിനെ ചെറിയ പാർട്ടാക്കുന്നു, എന്നിട്ട് അത് പഠിക്കുന്നു. ഇനി റിവേഴ്സ് പാർട്ട് സ്കിൽ എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻറ് ലേൺ ദ സ്കിൽ ഫ്രം ദ ലാസ്റ്റ് സ്റ്റെപ്പ് ടു ഫസ്റ്റ്. ആദ്യം അവസാനത്തെ പഠിക്കുക, പിന്നെ ബാക്കോട്ട് പഠിക്കുക. നമ്മൾ റിവേഴ്സ് ലേണിംഗ് മെത്തേഡൊക്കെ പഠിച്ചിട്ടുണ്ടാകും ഈ ഒരു PSC പോലെയുള്ള എക്സാമിന്. അതായത് അത് എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ്. അതായത് ആദ്യം നമ്മൾ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ പഠിക്കും, പിന്നെ അത് റിവൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് പഠിക്കാം. ഓക്കെ, അത് ഭയങ്കരമായിട്ട് നമ്മുടെ റിട്ടൻഷനെ സഹായിക്കുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ, ഇതാണ് റിവേഴ്സ് പാർട്ട് സ്കിൽ മെത്തേഡ്. ദെൻ പ്രോഗ്രസീവ് പാർട്ട് സ്കിൽ മെത്തേഡ്. അത് സ്റ്റുഡൻസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പ്രോപ്പർ സീക്വൻസിൽ പഠിക്കുന്നതാണ്. ഓക്കെ, സോ ഈ ഒരു 3 മെത്തേഡ് നമുക്ക്
ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഈ ഒരു ടേബിൾ നോക്കുക, നമ്മുടെ മെറ്റീരിയൽ കണ്ടതാണ് ഞാനിത്. ഇതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ പാർട്ട് സ്കിൽ ഡെവലപ്മെന്റ് മെത്തേഡ് എങ്ങനെയാണ് നടത്തുന്നതെന്നാണ്. അപ്പം 4 സ്കില്ലുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ ഒരു വലിയ സ്കില്ലിനെ ഒരു 4 സ്റ്റെപ്പായിട്ട് മാറ്റി, സ്മോൾ പാർട്സ് ആയിട്ട് മാറ്റി, 1 2 3 4. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് എന്ത് പഠിക്കുന്നു? ലേൺ ഈച്ച് സ്റ്റെപ്പ് സെപ്പറേറ്റ്ലി. ഈ ഓരോന്നും അതായത് സ്പ്ലിറ്റ് ആയിട്ട് ഇങ്ങനെ പഠിക്കുന്നു. ഓക്കെ, പാർട്ട് 1, ദെൻ പാർട്ട് 2, ദെൻ പാർട്ട് 3, ദെൻ പാർട്ട് 4. ഓക്കെ, പിന്നെ അവർ പെയറായിട്ട് പഠിക്കുന്നു. അതായത് 1+2, അതായത് ഈ 2 എണ്ണം ഒരുമിച്ച് പഠിക്കുന്നു. ഈ മൂന്നാമത്തെ കോളം നോക്കുക നിങ്ങൾ, ഈ 2 എണ്ണം ഒരുമിച്ച് പഠിക്കുന്നു, പിന്നെ 3 4 ഒരുമിച്ച് പഠിക്കുന്നു. ഓക്കെ, ദെൻ ദേ പ്രാക്ടീസ് 3 പ്രാക്ടീസ് ടുഗദർ. ഈ 3 പാർട്സും കൂടി ഒരുമിച്ച് പഠിക്കുന്നു. ഓക്കെ, 1 2 3 അവർ 3 എണ്ണം ഒരുമിച്ച് പഠിക്കുന്നു. ദെൻ ദേ ഫൈനലി കമ്പൈൻ ഓൾ ദീസ് 4. ഓക്കെ, സോ ഇതാണ് പാർട്ട് സ്കിൽ ഡെവലപ്മെന്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ മെയിൻ ഐഡിയ എന്ന് പറയുന്നത് ആദ്യം സിംഗിൾ പാർട്സ് ആയിട്ട് ഓരോന്നിച്ചും മാറ്റി മാറ്റി പഠിക്കുന്നു, പിന്നെ അത് പെയർ ആക്കുന്നു, പിന്നെ അത് ട്രയഡ് ആക്കുന്നു, ദെൻ ഫുൾ സ്കില്ലാക്കുന്നു. ഓക്കെ, സോ ഇവിടെ ടീച്ചേഴ്സ് അവരെ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് അവരെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, ഗൈഡ് ചെയ്യുന്നുണ്ട്, ഫീഡ്ബാക്കും കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതിന്റെ അനാലിസിസ് ആണിത്. ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഇതാണ് പാർട്ട് സ്കിൽ മെത്തേഡ്. ഇനി റിവേഴ്സ് പാർട്ട് സ്കിൽ മെത്തേഡ് എന്താണെന്ന് നോക്കാം. ഇവിടെ ഈ ഒരു ഇതില് ടോട്ടൽ സ്കിൽ ഈസ് ഫസ്റ്റ് ബ്രോക്കൺ ഇൻ ടു പ്രാക്ടിക്കലി ഫീസിബിൾ നമ്പർ ഓഫ് പാർട്സ്. അതായത് സ്കിൽ ഈസ് ഓൾസോ ബ്രോക്കൺ ഇൻ ടു പാർട്സ്, അതായത് ഓരോ പാർട്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് ആ ഒരു സ്കില്ലിനെ. ബട്ട് ലേണിംഗ് സ്റ്റാർട്ട്സ് ഫ്രം ദ ലാസ്റ്റ് പാർട്ട്. ആദ്യം നമ്മൾ ലാസ്റ്റത്താണ് പഠിക്കുന്നത്. ഓക്കെ, പിന്നെ ആദ്യം 4, ദെൻ 3, പിന്നെ 2, പിന്നെ 4 3 2 1 അങ്ങനെയാണ് പഠിക്കുന്നത്. ഓക്കെ, ആദ്യം ലാസ്റ്റ് സ്റ്റെപ്പ് പഠിക്കുന്നു, ദെൻ ഈ 4ഉം 3ഉം കൂടി പഠിക്കുന്നു, ദെൻ 4 3 2ഉം കൂടി പഠിക്കുന്നു, ഫൈനലി ആ ഒരു പാർട്ടെല്ലാം കൂടി പഠിക്കുന്നു. ഓക്കെ, ഫുള്ളായി. അപ്പോൾ അത് എന്താ പറയുക, ആദ്യം ലാസ്റ്റ് പാർട്ട്, പിന്നെ ബാക്ക്വേർഡിലേക്ക് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വരിക, എന്നിട്ട് ഫുള്ള് സ്കില്ല് പഠിക്കുക. അപ്പോൾ കുട്ടികൾക്കൊരു എന്താ പറയുക, ഞാനെന്തോ നേരത്തെ പഠിച്ചു എന്നുള്ളൊരു ഫീല് വരും, കോൺഫിഡൻസ് വരും, മോട്ടിവേഷൻ കൂടും. അപ്പോൾ ഇവിടെയും ടീച്ചർ സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട്, അവർക്ക് റെഗുലറായിട്ട് ഫീഡ്ബാക്ക് കൊടുക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തെ മെത്തേഡാണ് പ്രോഗ്രസീവ് പാർട്ട് സ്കിൽ മെത്തേഡ്. അതെന്ന് പറഞ്ഞാൽ ഈ ഒരു കേസിൽ ഓരോ പാർട്സും സ്ലോലി ആഡപ്പ് ചെയ്യാണ്. ഓക്കെ, ഫ്രം ദ ബിഗിനിങ് കറക്റ്റ് ഓർഡറിൽ. ഓക്കെ, അതായത് ഇത് മറ്റേതുപോലെ ഒന്നുമല്ല. ആദ്യത്തെ നമ്മൾ പഠിച്ചിരുന്നത് ഓരോ സ്പ്ലിറ്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളതായിരുന്നു. ഇവിടെ അങ്ങനെയല്ല. ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് 1 പഠിക്കും, ദെൻ ദേ ലേൺ ഫസ്റ്റ് പ്ലസ് സ്റ്റെപ്പ് 2 ടുഗദർ, പിന്നെ 2ഉം കൂടി പഠിക്കും, പിന്നെ 1 + 2 + 3 പഠിക്കും, പിന്നെ 4ഉം പഠിക്കും. സോ ദ പ്രോഗ്രസ് എന്ന് പറയുന്നത് ആദ്യം 1 + 1, പിന്നെ 1 + 2, പിന്നെ 1 + 2 + 3. ഓക്കെ, ദെൻ 1 + 2 + 3 + 4. ഓക്കെ, ഇങ്ങനെയാണ് ലാസ്റ്റ് ഇത് വരുന്നത്. ഇതിന്റെ ഐഡിയ എന്ന് പറയുന്നത് തുടക്കം മുതൽ അവസാനം വരെ ഓരോ സ്റ്റെപ്പും കൂട്ടി പഠിക്കുന്നു. ഓക്കെ, എല്ലാ സ്റ്റെപ്പിലും ഓരോ സ്റ്റെപ്പ് അധികമാണ്. ഓക്കെ, ഇറ്റ് ഫോളോസ് എ ലോജിക്കൽ ഫോർവേഡ് സീക്വൻസ്. ഇതും നമ്മുടെ ഫസ്റ്റത്തെ മെത്തേഡല്ലാണ്, അതും കൂടി മാറിപ്പോവരുത്. അതിൽ എങ്ങനെയാന്ന് വെച്ചാൽ ആദ്യം ഫസ്റ്റ് പഠിക്കുന്നു, ദെൻ 1 + 2 ആദ്യം, പിന്നെ പെയർ ആക്കുന്നുണ്ട്, പെയറാക്കി 1 + 2ഉം 3 + 4ഉം പെയറായിട്ട് പഠിക്കുന്നുണ്ട്, പിന്നെയാണ് ഒന്നും കൂടി ആഡ് ചെയ്ത് നോക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല, ആദ്യം 1, പിന്നെ 1 + 2, പിന്നെ 1 + 2 + 3, ദെൻ 1 + 2 + 3 + 4. ഓക്കെ, ഇത് മാറിപ്പോവരുത്. സോ ഇതിന്റെ അനാലിസിസ് ആണ് ഇതിൽ നെക്സ്റ്റ് പേജ് കൊടുത്തിരിക്കുന്നത്, നിങ്ങളൊന്നും കൂടി നോക്കാം. ഓക്കെ, ഇനി ഇവിടെ ടീച്ചേഴ്സിന്റെ റോൾ എന്താന്ന് വെച്ചാൽ കുട്ടികളെ കണ്ടിന്യൂസ് ആയിട്ട് അവർ സൂപ്പർവൈസ് ചെയ്യും, ഫീഡ്ബാക്ക് കൊടുക്കും, മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യും, സ്റ്റുഡൻസിന് ആ ഒരു ഈച്ച് സ്റ്റേജ് മാസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് അവർ ഓരോ സ്റ്റേജും മാസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തും. ഓക്കെ.
ഡിസൈൻ ഓഫ് വർക്ക്ഷോപ്പ് റിലേറ്റഡ് ഇൻസ്ട്രക്ഷൻ ഷീറ്റ്സ്. പിന്നെ ഒരുപാട് ഇൻസ്ട്രക്ഷൻ ഷീറ്റ്സ് ഉണ്ട്, അതിൻ്റെ ഡിസൈൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. നമുക്ക് നമ്മുടെ പ്രാക്ടിക്കൽ സ്കിൽസ് ഡെവലപ്പ് ആവണമെങ്കിൽ, അക്വയർ ചെയ്യണമെങ്കിൽ ടീച്ചറുടെ സൂപ്പർവിഷൻ നമുക്ക് ആവശ്യമാണ്. ഇൻസ്ട്രക്ഷണൽ ഷീറ്റ്സ് തരും അവർ, അലോങ് വിത്ത് ഡെമോ, പ്രാക്ടീസ് ആൻഡ് ഫീഡ്ബാക്ക്. ഒരുപാട് ഇൻസ്ട്രക്ഷൻ ഷീറ്റ്സ് ഉണ്ട്. ജോബ് ഷീറ്റ്, ഓപ്പറേഷൻ ഷീറ്റ്, ഇൻഫർമേഷൻ ഷീറ്റ്, അസൈൻമെന്റ് ഷീറ്റ് ആൻഡ് വർക്ക് ബുക്സ്. ഓക്കെ, ഇനി അതും ഓരോന്ന് എന്താന്ന് നോക്കാം. ഒരു ജോബ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഗൈഡ് സ്റ്റുഡൻസ് ടു കംപ്ലീറ്റ് എ ഫുൾ മാനുവൽ ടാസ്ക്. ഒരു ഫുൾ മാനുവൽ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ജോബ് ഷീറ്റ് എന്ന് പറയുന്നത്. ഇതിൽ വരുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് എക്സസൈസ്, എന്താണോ ചെയ്യുന്നത് അതിന്റെ ലക്ഷ്യങ്ങൾ, ഒബ്ജക്റ്റീവ്സ്, അതിലെ സ്കിൽസ്, എബിലിറ്റീസ് ഒക്കെ വരും, എന്താണോ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. ദെൻ ആക്ച്വൽ അസൈൻമെന്റ് വിത്ത് സ്പെസിഫിക്കേഷൻസ് ആൻഡ് ഡ്രോയിങ്സ്. ഒരു ആക്ച്വൽ അസൈൻമെന്റ്സ് എന്താണ് സ്പെസിഫൈ ചെയ്ത് പറയും, അതിന്റെ ഡ്രോയിങ്സ് വരും. റോ മെറ്റീരിയൽസ് എന്തൊക്കെയാണ് അതിന് ആവശ്യമുള്ളത് അത് വരും, അതിന്റെ ക്വാണ്ടിറ്റി, അലോവബിൾ വേസ്റ്റേജ് അതൊക്കെ വരും, എന്തൊക്കെ വേസ്റ്റ് അതിൽ ഉണ്ടാവും എന്നുള്ളത്. ദെൻ ടൂൾസ് ആൻഡ് ഇൻസ്ട്രുമെന്റ്സ് റിക്വയർഡ്, എന്തൊക്കെ സാധനങ്ങൾ അതിന് ആവശ്യമുണ്ട്. ദെൻ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ, ആ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ഓപ്പറേഷൻസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വരുന്നുള്ളത്, അതിൽ ഓപ്പറേഷൻ ഷെഡ്യൂളും വരുന്നുണ്ട്. ദെൻ ടൈം ലിമിറ്റ് ഫോർ കംപ്ലീഷൻ, അത് കംപ്ലീറ്റ് ചെയ്യാൻ എത്രത്തോളം ടൈം ആവശ്യം ഉണ്ടാവും. പിന്നെ അതുപോലെ എന്തൊക്കെ പ്രിക്കോഷൻസ് ആൻഡ് റൂൾസ് നമ്മൾ ആദ്യം നോക്കി വെക്കണം. ദെൻ അസസ്മെന്റ് ക്രൈറ്റീരിയ ബേസ് ചെയ്തിരിക്കുന്നത് അവരുടെ വർക്ക്മാൻഷിപ്പ്, അവരെങ്ങനെ ഫിനിഷ് ചെയ്യും, അവരുടെ സൈസ്, ഫിറ്റ്, ടോളറൻസ് അതൊക്കെ നോക്കിയിട്ടായിരിക്കും. ദെൻ ഫോളോയിങ് കറക്റ്റ് സ്പെസിഫിക്കേഷൻസ്, പ്രോപ്പർ സെലക്ഷൻ ആൻഡ് യൂസ് ഓഫ് ടൂൾസ്, അതിൻ്റെ പ്രോപ്പർ സെലക്ഷനും യൂസ് ഓഫ് ടൂൾസും ഒക്കെ അതിൽ പെടുന്നുണ്ട്. ദെൻ ഓപ്പറേഷൻ ഷീറ്റ് എന്ന് പറയുമ്പോൾ ഫോക്കസ് ഓൺ വൺ സിംഗിൾ ഓപ്പറേഷൻ. നമ്മുടെ ജോബ് ഷീറ്റിൽ ഒരു ഫുൾ മാനുവൽ വർക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു, ഇതൊരു വൺ സിംഗിൾ ഓപ്പറേഷൻ ആണ്, ഒരു ഹോൾ ജോബ് അല്ല. ഓക്കെ, ഇതിൽ വരുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓപ്പറേഷൻ, ഡിസ്ക്രിപ്ഷൻ ഓഫ് ഓപ്പറേഷൻ, ആ എന്തൊക്കെയാണ് ഓപ്പറേഷൻസ് വരുന്നത് അതിന്റെ റോ മെറ്റീരിയൽസ്, സ്പെസിഫിക്കേഷൻസ്, ടൂൾസ്, എക്യുപ്മെന്റ്സ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ, മെഷർമെന്റ് ഡീറ്റെയിൽസ്, സേഫ്റ്റി പ്രിക്കോഷൻസ്, അസസ്മെന്റ് ക്രൈറ്റീരിയ, ഇതൊക്കെ അതിൽ വരുന്നുണ്ട്. ദെൻ ഇൻഫർമേഷൻ ഷീറ്റ്സ് എന്ന് പറയുമ്പോൾ അതിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് നോളജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഫർമേഷൻ ഷീറ്റ്സ് എന്ന് പറയുന്നത്. അതായത് സ്റ്റുഡൻസിന് അവരുടെ സ്കില്ലിൽ വളരെ പെട്ടെന്ന് മാസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് നോളജ്, അതാണ് ഇൻഫർമേഷൻ ഷീറ്റിൽ വരുന്നത്. ഇതിൽ ഫാക്ടറി വർക്ക് നോളജ് വരും, ജോബ് നോളജ് വരുന്നുണ്ട്, ക്വാളിറ്റി നോളജ് വരുന്നുണ്ട്. ഓക്കെ, ഇതിൽ ഫാക്ടറി നോളജ് എന്ന് പറയുമ്പോൾ ആ വർക്ക്ഷോപ്പിന്റെ എൻവയോൺമെന്റ്, റൂൾസ്, ഫെസിലിറ്റീസ്, ആ ഒരു പ്രൊഡക്ഷൻ സിസ്റ്റം, വർക്ക് പ്ലേസ് പ്രൊസീജിയർ, ടൈം കൺസ്ട്രെയിൻസ്, അതായത് ഇന്ന ഏരിയയിൽ ഇത്ര സമയത്ത് മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ ഉണ്ട് ഓരോ ഫാക്ടറീസിനും ഇൻഡസ്ട്രിക്കൊക്കെ. എൻവയോൺമെന്റൽ കണ്ടീഷൻസ്, നമുക്ക് പകൽ ഇത്ര സൗണ്ടേ പറ്റുള്ളൂ, രാത്രി ഇത്ര സൗണ്ടേ പറ്റുള്ളൂ, അങ്ങനെയുള്ള ഓരോ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അതൊക്കെ കണക്കിലെടുത്തിട്ടാണ് അത് വരുന്നത്. ദെൻ ജോബ് നോളജ്, അതിൻ്റെ മെഷീൻ പാർട്സ്, ടൂൾസ്, ലിസ്റ്റ്, മെറ്റീരിയൽസ്, ടെക്നിക്കൽ നോളജ്, ദെൻ സേഫ്റ്റി ആസ്പെക്ട്സ്, പ്രൊഡക്റ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ദെൻ വരുന്നത് ക്വാളിറ്റി നോളജ്, ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് അതിൽ വരുന്നുണ്ട്, ഫോൾട്ട് അനാലിസിസ് വരുന്നുണ്ട്, അതായത് അതിന്റെ കാരണം, അതിന്റെ എഫക്റ്റ്, പ്രിവെൻഷൻ, അതാണ് ഫോൾട്ട് അനാലിസിസിൽ വരിക. ദെൻ സാമ്പിൾസ്, ഫോട്ടോസ് ഫോർ സബ്ജക്റ്റീവ് ക്വാളിറ്റി. ദെൻ അസൈൻമെന്റ് ഷീറ്റ്സ് എന്ന് പറയുമ്പോൾ ഗിവൺ ബിഫോർ വർക്ക്ഷോപ്പ് സെഷൻ, ഒരു വർക്ക്ഷോപ്പ് നടക്കുന്നതിന് മുമ്പാണ് അസൈൻമെന്റ് ഷീറ്റ് കൊടുക്കുക. കുട്ടികൾക്ക് മെന്റലി പ്രിപ്പയർ ആവാൻ വേണ്ടിയിട്ടാണത്. അത് വർക്ക്ഷോപ്പ് ബേസ്ഡ് ടാസ്കിനും പ്രോബ്ലം സോൾവിങ്ങിനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. ഓക്കെ, ദെൻ വരുന്നത് വർക്ക് ബുക്സ്, കളക്ഷൻ ഓഫ് ജോബ് ഷീറ്റ്സ് ആണ്. അതായത് ജോബ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, അതായത് ഒരു ഹോൾ മാനുവൽ വർക്കിനെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജോബ് ഷീറ്റ് യൂസ് ചെയ്യുന്നത്. ആ ഒരു ജോബ് ഷീറ്റ്സിന്റെ ഒരു കളക്ഷനെയാണ് നമ്മൾ വർക്ക് ബുക്സ് എന്ന് പറയാം. അതിന് പിന്നെ അതുപോലെ ഓപ്പറേഷൻ ഷീറ്റ്സും വരും, ഇൻഫർമേഷൻ ഷീറ്റ്സും വരും. അപ്പൊ ആദ്യത്തെ 3 ഷീറ്റ്സ്, അതായത് ഒരു ജോബ് ഷീറ്റ്സ് പറയുമ്പോൾ ഒരു ഫുൾ ജോബിന്റെ ഇതാണ് ജോബ് ഷീറ്റ് എന്ന് പറയുന്നത്, ഫുൾ മാനുവൽ വർക്കിന്റെ ഇത്, അതിന്റെ കളക്ഷൻ ഓഫ് ജോബ് ഷീറ്റ്സ് അതിലുണ്ടാവും. പിന്നെ അതുപോലെ ഒരു ഓപ്പറേഷന്റെ ഷീറ്റിനെയാണ് ഓപ്പറേഷൻ ഷീറ്റ് എന്ന് പറയുക, ഒരു സിംഗിൾ വർക്കിന്റെ. അപ്പോൾ അതിന്റെ ഷീറ്റ്സ് ഉണ്ടാവും, ദെൻ ഇൻഫർമേഷൻ ഷീറ്റ്സ് ഉണ്ടാവും. ആ ഒരു 3 എണ്ണത്തിന്റെയും കൂടെ കളക്ഷനെയാണ് നമ്മൾ വർക്ക്ഷോപ്സ് എന്ന് പറയാം. ഇതൊരു ബൗണ്ട് ഓർ ലൂസ്ലി ഫോർമാറ്റിലാണ് വരിക, അത് കമ്പൈൻ ചെയ്തതാണ്. ആൻഡ് ഡിസൈൻഡ് ഫോർ സ്പെസിഫിക് വർക്ക്ഷോപ്പ് കോഴ്സസ് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ റെസ്പോൺസിബിലിറ്റീസ്
ഓഫ് വർക്ക്ഷോപ്പ് സപ്പോർട്ടിംഗ് സ്റ്റാഫ്. വർക്ക്ഷോപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റാഫിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, അവര് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ കോഗ്നിറ്റീവ്, പ്രാക്ടിക്കൽ, സോഷ്യൽ സ്കിൽസ് ആൻഡ് വാല്യൂസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവരുടെ ഡ്യൂട്ടീസ് എന്താണെന്ന് വെച്ചാൽ മെഷീൻസ്, ടൂൾസ്, ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ നല്ല വർക്കിംഗ് കണ്ടീഷനിലാണോ എന്ന് അവർ ഇടയ്ക്കിടയ്ക്ക് നോക്കി ഉറപ്പ് വരുത്തണം. ദെൻ അതിൻ്റെ കൺസ്യൂമബിൾ മെറ്റീരിയൽസിന്റെ അവൈലബിലിറ്റി എങ്ങനെയാണെന്ന് നോക്കണം. വർക്ക്ഷോപ്പ് ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ ആ വർക്ക്ഷോപ്പ് സെഷൻസ് നടക്കുന്ന സമയത്ത് അത് നടത്താൻ വേണ്ടിയിട്ടുള്ള അസിസ്റ്റൻസ് അവർ തരും. ദെൻ സ്റ്റുഡൻസിനെ പ്രാക്ടിക്കൽ വർക്കിന്റെ ഇടയിലൂടെ അവർ ഗൈഡ് ചെയ്ത് തരും ഇന്നതാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ദെൻ സപ്പോർട്ട് ഇൻ സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യും. ഓക്കെ, ഇനി ഇംപ്രൂവിങ് എഫക്റ്റീവ്നെസ് ഓഫ് വർക്ക്ഷോപ്പ് പ്രാക്ടിക്കൽസ്, അതിന്റെ എഫക്റ്റീവ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? വർക്ക്ഷോപ്പ് പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആൻഡ് എഫക്റ്റീവ് ലേണിംഗ് എൻവയോൺമെന്റ് ആണ്. അതായത് നമുക്കത് ചെയ്ത് പഠിക്കുകയാണല്ലോ, നന്നായിട്ട് നമുക്കത് എഫക്റ്റ് അതിന് കിട്ടും. നമുക്കത് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. ഓക്കെ, സോ അതൊരു ടീം വർക്ക് കൂടിയാണെങ്കിൽ ഉറപ്പാണ് അതിൽ അവരുടെ ടീച്ചേഴ്സ് ഉണ്ടാവും, സ്റ്റാഫ് ഉണ്ടാവും, സ്റ്റുഡൻസ് ഉണ്ടാവും, ഫാക്കൽറ്റീസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇംപ്രൂവ് ചെയ്യാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് നോക്കുന്നത്. റെഗുലർ പ്രിവെന്റീവ് മെയിൻ്റെനൻസ്, നമ്മളെ പ്രിവെന്റ് ചെയ്യാനുള്ള മെയിൻ്റെനൻസ് റെഗുലറായിട്ട് മുന്നോട്ട് പോകണം. ദെൻ പ്രോപ്പർ ഇൻവെന്ററി ആൻഡ് അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽസ് ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കണം. സംഭവം നടത്താൻ വേണ്ടിയിട്ടുള്ള സേഫ് ആയിട്ടുള്ള വർക്കിംഗ് പ്രാക്ടീസസ് ചെയ്യണം, ആർക്കും അപകടം വരരുത്. ദെൻ പ്രോപ്പറായിട്ട് ലൈറ്റിങ്ങും വെന്റിലേഷനും ഒക്കെ ഉണ്ടോ നോക്കണം. ദെൻ പ്രോപ്പർ ക്ലീൻഡ് ആണോ എല്ലാം. ആൻഡ് ലാബലിംഗ് ഓഫ് എക്യുപ്മെന്റ്സിലൊക്കെ ഓരോ ലാബിലുണ്ടാവും, അതൊക്കെ പ്രോപ്പർ ആണോ നോക്കണം. ദെൻ മെയിൻറ്റെയിനിങ് ലോഗ് ബുക്സ് ഫോർ മെഷീൻസിന്റെ ലോഗ് ബുക്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. വർക്ക്ഷോപ്പ് അവൈലബിലിറ്റി ഡ്യൂറിങ് ആൻഡ് ബിയോണ്ട് വർക്കിംഗ് അവേഴ്സ് കഴിഞ്ഞാലും അതിന്റെ ഇടയിലൊക്കെ അതിന്റെ അവൈലബിലിറ്റി ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഗുഡ് ഹൗസ് കീപ്പിംഗ്, അത് നന്നായിട്ട് കീപ്പ് ചെയ്ത് കൊണ്ടുപോകണം. ദെൻ കോർഡിനേഷൻ വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്സ്, മറ്റുള്ള ഡിപ്പാർട്ട്മെന്റ്സുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് പോകണം. പിന്നെ അതുപോലെ സ്റ്റുഡൻറ്റിന്റെ സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഇനി അതിന്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും ആണ് പറയുന്നത്. അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഒബിയസ്ലി നമ്മുടെ കോഗ്നിറ്റീവ് പ്രാക്ടിക്കൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ മെഷീൻസിന്റെ ഇൻഡസ്ട്രിയൽ പ്രോസസ്സിനെ പറ്റിയിട്ട് നമുക്കൊരു അറിവ് തരുന്നു. സേഫ് ഹാൻഡ്ലിങ്, എങ്ങനെയാണ് ടൂൾസും എക്യുപ്മെന്റ്സ് ഒക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞു തരുന്നു. ദെൻ പ്രോബ്ലം സോൾവിങ് ആൻഡ് ഫോൾട്ട് ഡയഗ്നോസിസ് സ്കിൽസ്, അതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ ഗിവ്സ് എക്സ്പോഷർ ടു റിയൽ വർക്കിംഗ് എൻവയോൺമെന്റ്, അതായത് നമ്മൾ റിയൽ വർക്കിംഗ് എൻവയോൺമെന്റ് പോലെ തന്നെ നമുക്ക് തോന്നും. ഓക്കെ, അപ്പോൾ അതിനുള്ളൊരു കോൺഫിഡൻസും കിട്ടും. അങ്ങനെ ഒരു എക്സ്പോഷറാണ് നമുക്ക് കിട്ടുക. സോ ഡെവലപ്സ് ടീം വർക്ക് ആൻഡ് ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, അതും വരുന്നുണ്ട്. ദെൻ ലിമിറ്റേഷൻസ് വരുന്നത് നല്ല കോസ്റ്റ്ലി ആയിരിക്കും. എക്യുപ്മെന്റ്സും സാധനങ്ങളും അതിന്റെ സ്പേസിന് റെന്റ് കൊടുക്കേണ്ടി വരും, മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ ടീച്ചേഴ്സ് നന്നായിട്ട് പ്ലാൻ ചെയ്യണം അത് ചെയ്യുന്നതിന് മുമ്പ്. പിന്നെ അതുപോലെ പുവറായിട്ടാണ് പ്ലാൻ ചെയ്തതെങ്കിൽ പുവർ ഔട്ട്കം ആയിരിക്കും കിട്ടുക. പിന്നെ ഒരുപാട് സ്റ്റുഡൻസിനൊക്കെ ഒന്നിച്ച് കൊണ്ടുവരാന്നുള്ളത് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാര്യമായിരിക്കില്ല. ദെൻ എപ്പോഴും സ്മോൾ ഗ്രൂപ്പ് ആയിരിക്കും അവിടേക്ക് കൊണ്ടുവരാൻ നല്ലത്. ദെൻ ഡിപ്പെൻഡ്സ് ഹൈലി ഓൺ ട്രെയിൻഡ് സ്റ്റാഫ് ആൻഡ് അവൈലബിൾ റിസോഴ്സസ്, നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫും ഫാക്കൽറ്റീസിനൊക്കെ കിട്ടണം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മോഡേൺ ഇൻഡസ്ട്രീസിൽ നല്ല സ്കിൽഡ് ആയിട്ടുള്ള ജോബ് റെഡി വർക്കേഴ്സിനെ കിട്ടണമെങ്കിൽ എന്ത് വേണം? ഇതുപോലുള്ള വർക്ക്ഷോപ്സ് നടത്തണം. വർക്ക്ഷോപ്പ് അങ്ങനെയുള്ള ഇൻഡസ്ട്രിയൽ സ്കിൽസും കോൺഫിഡൻസും ഒക്കെ ഉള്ള സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ആ ഒരു ഏരിയയിലേക്ക്, ആ ഒരു എംപ്ലോയ്മെന്റിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ വർക്ക്ഷോപ്പ് ടീച്ചിങ് എന്ന് പറയുന്നത് മസ്റ്റ് ബി ടേക്കൺ സീരിയസ്ലി, അത് സീരിയസ് ആയിട്ട് എടുക്കണം. ആൻഡ് പ്ലാൻഡ് പ്രോപ്പർലി ടു മേക്ക് ലേണിംഗ് എഫക്റ്റീവ് ആൻഡ് മീനിങ് ഫുൾ. അത് വളരെ നമ്മൾ ചിന്തിച്ച് ചെയ്യേണ്ട, എഫക്റ്റീവായിട്ട് പ്ലാൻ ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ ഈ ഒരു പോയിന്റ്സ് ഒക്കെയാണ് ഇതിലുള്ളത്. വളരെ ലെങ്തി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ബട്ട് അതിനുള്ളിലാണെങ്കിൽ കാര്യമായിട്ടൊന്നുമില്ല. നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. ഈ ഭാഗം മിസ്സാക്കരുത്. So these are the points that is covered in this chapter. If you found this video useful, kindly like and subscribe for more such content. File can be accessed through the Telegram link provided in the comment box. Okay, thank you.